ജയ് മഹാകാല! വന്നോ നാഗകന്യകെ, വാ. കണ്ടില്ലേ രുദ്ര, എന്റെ മകുടിയുടെ ശബ്ദം എങ്ങനെ ഈ നാഗകന്യകെ ഇവിടെ എത്തിച്ചു എന്നാ. കാണാം, നിന്റെ ശത്രുവിനെ നേരിൽ കാണാം. ഇത്രയും നാൾ എന്റെ കണ്ണിൽപ്പെടാതെ, എന്റെ ദിവ്യദൃഷ്ടിയിലും പതിയാതെ നീ ഒളിഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ? ഇനി നീ എങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും? നമുക്കൊന്ന് നോക്കാം. ഏയ് നാഗകന്യകെ, എന്നെ കൊല്ലാൻ വേണ്ടി ആ നാഗലോകത്തുനിന്ന് വന്നതല്ലേ നീ? എന്നെ കൊല്ലുന്നത് അത്ര എളുപ്പമാണെന്ന് കരുതിയോ നീ? എന്നാൽ വന്ന് കൊല്ല് കാണട്ടെ. ചാകാൻ പോകുന്നത് ഞാനല്ല, നീയാ. എന്നെ കൊല്ലാൻ വേണ്ടി നീ എവിടെ നിന്നാണോ വന്നത്, ആ സ്ഥലത്തേക്ക് നിന്റെ ശവമാണ് ഞാൻ അയക്കാൻ പോകുന്നത്. എന്നെ കൊല്ലുന്നത് പോയിട്ട് നിനക്കെന്നെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. ജയ് മഹാകാല! നാഗകന്യകെ, ഇനി നീ എന്റെ അടിമ. എന്റെ അനുമതിയില്ലാതെ നിനക്ക് എവിടേക്കും പോകാനാകില്ല. നിന്റെ മരണം എന്റെ കൈകൊണ്ടാണ്. ജയ് മഹാകാല! ഇല്ല സ്വാമിജി, ഇവള് പാമ്പിന്റെ രൂപത്തിൽ ചാകാൻ പാടില്ല. എനിക്കിവളെ മനുഷ്യരൂപത്തിൽ കാണണം. ഇവളിവിടെ ഏത് രൂപത്തിലായിരുന്നു എന്ന് എനിക്കറിയണം. സ്വാമി, അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് ഇവളെ മനുഷ്യരൂപത്തിലേക്ക് കൊണ്ടുവരൂ. അത്രയല്ലേ ഉള്ളൂ രുദ്ര. ഇനി നിന്റെ ആഗ്രഹപ്രകാരം നാഗരൂപത്തിലുള്ള ഈ നാഗകന്യക മനുഷ്യരൂപത്തിലേക്ക് വരും. ജയ് മഹാകാല! ഏട്ടാ, ഞാൻ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ ഇത്രയും നാളത്തെ ആഗ്രഹം സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്താ സരോജ, ഇതിനൊക്കെ എന്തിനാ ഇങ്ങനെ നന്ദി പറയുന്നത്? ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കടമ ചെയ്തു, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, അനന്യെ പോലെ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി നമ്മളുടെ മകളായി വരിക എന്ന് പറഞ്ഞാ നമ്മൾ പുണ്യം ചെയ്തവരാ. എല്ലാം ആ ഈശ്വരന്റെ അനുഗ്രഹം. ആ ദൈവം കരുണ കാണിച്ചത് കൊണ്ടാണ് എനിക്കൊന്നൊരു അമ്മയാവാൻ സാധിച്ചത്. സത്യം സരോജ, നമുക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ടാ ഞാനും നീ വിശ്വസിക്കുന്ന ആ ഈശ്വരൻ അനന്യയെ നമ്മളുടെ ഈ വീട്ടിലേക്ക് മകളായി അയച്ചത്. ഏട്ടാ, എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം നേരത്തെ ഉണ്ടായിരുന്നു, എന്നാ ഇപ്പൊ ഇല്ല. കാരണം ആ ഈശ്വരൻ അനന്യെ പോലൊരു കുട്ടി എനിക്ക് മകളായി തന്നു. ഇനി മുതൽ അനന്യെ നമ്മുടെ സ്വന്തം മകളെ പോലെ നമുക്ക് സ്നേഹിക്കാം. മകളാണത്രേ മകള്. ലോകത്തിലില്ലാത്ത കൊച്ചിനെ പോലെ ഈ വിക്രമും സരോജയും കൂടി അവളെ ലാളിക്കുന്ന കാണുമ്പോ എനിക്ക് പെരുത്ത് കയറുന്നുണ്ട്. വല്ലാത്ത തലയിലെഴുത്ത് തന്നെ. സരോജയെ കൊല്ലാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം വിഷം കൊടുത്തു, എന്നിട്ടും രക്ഷപ്പെട്ടു. രാജവെമ്പാലെങ്കിലും കടിച്ചാൽ ചാകുമെന്ന് കരുതി. രാജവെമ്പാല കടിച്ചിട്ട് പോലും ജീവനോട് ഇരിക്കണമെങ്കിൽ അവൾ ഒരു നിസ്സാരക്കാരിയല്ല. അതും പോരാഞ്ഞ് ആ നാശം പിടിച്ചവളെ ദത്തെടുക്കുകയും ചെയ്തു. അത് തടുക്കാൻ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് നടന്നില്ല. നമുക്കെന്നും പരാജയം മാത്രമേ ഉള്ളൂ. ഛേ,
നമ്മുടെ സമയം വളരെ മോശമാണ്. അല്ല രാജി, ഈ സരോജത്തിനോ ബുദ്ധിയില്ല. ഈ വിക്രത്തിനെങ്കിലും വിവരം വേണ്ടേ? 1-2 വർഷം കഴിയുമ്പോൾ കല്യാണം കഴിപ്പിക്കേണ്ട പെണ്ണ് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ താമസിക്കോ? ഭർത്താവിനൊപ്പം പോവില്ലേ? അതിന് പകരം ഒരു കൊച്ചു കുഞ്ഞിനെ ദത്തെടുത്തിരുന്നെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി നമുക്ക് ഇനി ഒരു ചാൻസിന് വേണ്ടി ഒരു 10-15 വർഷം കൂടി കിട്ടിയേനെ. ഇപ്പോ അനന്യയുടെ പേർക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ച് കല്യാണ ശേഷം അവള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാലും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വെള്ളത്തിൽ കലക്കിയ പോലെ ആയി പോവും. ഇല്ല, അത് നടക്കരുത്. ഇത്രയും നാൾ ആ സരോജത്തെ മാത്രം കൊന്നാ മതിയെന്നാ വിചാരിച്ചത്. ഇനിയിപ്പോ ആ 3 പേരെയും കൊല്ലേണ്ടി വരും. അയ്യോ രാജി, നീ എന്തായി പറയുന്നേ? 3 പേരെ കൊല്ലാനോ? എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ ആ 3 പേരും മരിച്ചിരിക്കണം. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ആ വംശം തന്നെ നശിക്കണം. ഇനിയൊരു തലമുറ ഉണ്ടാകരുത്. അങ്ങനെ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. ജയ് മഹാകാല! രൂപം മാറ്. മനുഷ്യരൂപത്തിലേക്ക് മാറുകയല്ലാതെ നിനക്ക് വേറെ മാർഗമില്ല. ആ രൂപം മാറ്, മാറ്, രൂപം മാറ്, മാറ്. എന്താ സ്വാമി, ഈ നാഗകന്യക എന്തുകൊണ്ടാ മനുഷ്യരൂപത്തിലേക്ക് മാറാത്തത്? എന്തുപറ്റി? എന്താണ് സംഭവിച്ചത് സ്വാമി? ജയ് മഹാകാല! നമ്മളെല്ലാവരും ഇപ്പൊ മണ്ടന്മാരായി രുദ്ര. ഇത് ഇച്ഛാധാരി നാഗകന്യകയല്ല, വെറും സാധാരണ പാമ്പ്. എന്താണ് പറഞ്ഞത് സ്വാമി? ഇതൊരു സാധാരണ പാമ്പാണെന്നോ? അപ്പൊ നാഗകന്യക എവിടെ പോയി? അങ്ങയുടെ മകുടി ശബ്ദം കേട്ട് അവൾ എവിടെയാണെങ്കിലും വരുമെന്നല്ല അങ്ങ് പറഞ്ഞത്? പറഞ്ഞതാ, പക്ഷെ അവൾ വരുന്നത് വരെ കാത്തിരിക്കാതെ ഈ പാമ്പിനെ ഇച്ഛാധാരി നാഗകന്യകയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. ഈ പാമ്പ് നമ്മളുടെ വഴി തെറ്റിച്ചു രുദ്ര. ഞങ്ങളുടെ വഴി തെറ്റിക്കുന്നു നീ വെറും ഒരു സാധാരണ പാമ്പാണ്. ഇനി ഞങ്ങൾക്കൊരു വഴി തടസ്സമായി നീ വന്നാൽ നിന്റെ ജീവൻ തന്നെ ഞാൻ ഇല്ലാതാക്കും. ഇവിടെ നിന്ന് പോ. ഇനി എന്ത് ചെയ്യും സ്വാമി? വീണ്ടും ആ നാഗകന്യക നമ്മളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവളെ വിടരുത് സ്വാമി. അങ്ങയുടെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് എങ്ങനെങ്കിലും അവളെ ഇവിടെ വരുത്തിക്ക്. നമ്മളെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചവളെ ഒരിക്കലും വിടരുത് സ്വാമി. നീ വിഷമിക്കണ്ട രുദ്ര. ഞാൻ ആജ്ഞാപിച്ചാൽ ആ നാഗകന്യക ഇവിടെ എത്തിയിരിക്കും. ജയ് മഹാകാല!
ഇനി നീ കണ്ടോളൂ, ഇത്തവണ സ്വാമിയുടെ മകുടി ശബ്ദത്തിൽ ആ നാഗകന്യക എവിടെയുണ്ടെങ്കിലും വരും. ഏയ് നാഗകന്യകെ, പുറത്തു വാ. ഇന്ന് ഞാനോ നീയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതിനു മുമ്പ് നീ രക്ഷപ്പെട്ടതുപോലെ ഇത്തവണ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എവിടെയാണ് നീ? വാ. നീ ഒരു ഭാഗ്യശാലിയാ. എനിക്ക് എന്റെ അനന്യയെ ഒരു തവണ പോലൊന്നും സ്പർശിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നീയോ അവളുടെ തലയിലെങ്കിലും സ്പർശിച്ചു, അതും കിസ് ചെയ്യുന്നത് പോലെ. യു ആർ സോ ലക്കി. നിനക്കുള്ള അത്ര ഭാഗ്യമൊന്നും എനിക്കില്ലാതായിപ്പോയി. അവളെ ഞാൻ എന്നാണോ ആദ്യമായിട്ട് കണ്ടത് അന്നു മുതൽ അവളുടെ പുറകെ നടക്കുക, അവളുടെ സ്നേഹം നേടാൻ വേണ്ടി. പക്ഷെ അവളാണെങ്കിലോ എന്റെ മുഖത്ത് നോക്കി സ്നേഹത്തോട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടേയില്ല. എന്നാലും സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ സ്നേഹം തിരിച്ചറിയുക തന്നെ ചെയ്തിരിക്കും. നിനക്കും അങ്ങനെ തോന്നില്ലേ? എനിക്ക് നന്നായി അറിയാം നീ എന്റെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കുമെന്ന്. അല്ല ബ്രോ, എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. അന്ന് അനന്യ സുഖമില്ലാതെ വേദന കൊണ്ട് പൊളഞ്ഞോണ്ടിരുന്നപ്പോ നീ അവളെ തൊട്ടതുകൊണ്ടാണോ സുഖപ്പെട്ടത്, അതോ ഞാൻ പോകുന്നതിന് മുന്നേ ഡോക്ടർ വന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തതുകൊണ്ട് സുഖപ്പെട്ടതാണോന്ന് അറിയില്ല. എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നിന്നെ കിട്ടിയതുകൊണ്ട് ഞാൻ ശരിക്കും ലക്കിയായി മാറി. ഇതിനെല്ലാത്തിനേക്കാളും പ്രധാനം നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അനന്യെ തീർച്ചയായും കാണുന്നുള്ള ഫുൾ കോൺഫിഡൻസ് എനിക്കുണ്ട്. താങ്ക്സ് ബോസ്, താങ്ക് യു വെരി മച്ച്. ബോസ്, നിങ്ങളുടെ ദയ കൊണ്ടോ മഹാദേവന്റെ ദയ കൊണ്ടോ അവളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അനന്യെ കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാജിക് കാണിക്ക് പ്ലീസ് ബ്രോ. ആരംഭശൂരത്വം കാണിച്ചിരുന്ന മയൂരി ഇപ്പൊ ഇങ്ങനെ സമാധാനമായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നത് എന്താ? എന്തു പറ്റി? എന്റെ മയൂരിക്ക് എന്താ സംഭവിച്ചേ? ഒന്നുമില്ല അമ്മായി, വെറുതെ ഇങ്ങനെ ഇരുന്നതാ. മയൂരി,
നിന്നെക്കുറിച്ച് എനിക്കെന്താ അറിയില്ലെന്നാണോ? ഇങ്ങനെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്ന പെൺകുട്ടി അല്ല നീ. ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നെങ്കിൽ നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന അർത്ഥം. അതെന്താന്ന് പറ മോളെ. ഇന്ന് മുഴുവൻ അർജുനോടൊപ്പം ചെലവഴിക്കണമെന്ന് എന്താഗ്രഹിച്ചാ ഞാൻ വന്നതെന്നറിയോ അമ്മായിക്ക്. പക്ഷെ അർജുൻ ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ജോലി ഉണ്ടെന്നും പറഞ്ഞു പോയി കളഞ്ഞു. എന്താ അർജുൻ നിന്നോട് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയെന്നോ? അവൻ കള്ളം പറഞ്ഞിട്ട് പോയതാ. ഇല്ല അമ്മായി, അവൻ ഓഫീസിലേക്ക് തന്നെയാ പോയത്. അവൻ വിഷ്ണു അമ്മാവന്റെ ഓഫീസിലേക്കാ പോയെന്ന് തോന്നുന്നു. അവിടെ പോയി അവനെ കാണാലോ. നീ എന്താ തമാശ പറയണോ മയൂരി? അർജുൻ അവന്റെ അച്ഛന്റെ ഓഫീസിൽ ജോലിക്ക് പോയെന്നോ? ജോലി എന്ന് പറയുന്നത് കേട്ടാലേ അവൻ അലർജിയാ. പിന്നെയാണോ അവൻ അവന്റെ അച്ഛന്റെ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നത്? നിന്നെ നന്നായി പറ്റിച്ചിട്ട് അവൻ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയതാ. ഇല്ല അമ്മായി, അവനെന്തോ പുതിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത്. അവൻ ജോലി നോക്കുന്ന കാര്യം മോസ്റ്റ്ലി അമ്മായിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അല്ല, അവൻ എന്ത് ജോലിയാ നോക്കുന്നേ? എന്താണോ എന്തോ, അതൊന്നും എനിക്ക് അറിയില്ല മോളെ. നീ പറഞ്ഞത് വെച്ച് നോക്കിയാ എനിക്ക് അവനെ ഇപ്പൊ സംശയം തോന്നുന്നു. നിന്നോട് പുതിയ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പോയിരിക്കുന്നത്? അവൻ എവിടെ പോയതായിരിക്കും? എന്ത് ജോലിയായിരിക്കും? അനന്യ, അനന്യ, ഇവളെവിടെ പോയി? ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. എന്താ സരോജ? ഏട്ടാ, അനന്യ ഇവിടെ എങ്ങും കാണാനില്ല. എവിടെ പോയെന്ന് ഏട്ടനറിയാമോ? ഇവിടെ എങ്ങും കാണുന്നില്ലെന്നോ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ എങ്ങും കാണാനില്ലെന്നേ. വീടിനകത്തില്ലെങ്കിൽ ടെറസിൽ പോയി നോക്ക്, അവിടെ കാണും. ഇവിടെ എങ്ങും കാണാനില്ലാത്തോണ്ടാണല്ലോ ഞാൻ ഏട്ടനോട് ചോദിച്ചേ. ഞാൻ അന്നേ പറഞ്ഞതാ അവൾക്ക് ഈ വീട്ടിലെ മകളാകാൻ യോഗ്യതയില്ലെന്ന്. എന്റെ വാക്ക് കേട്ടില്ലല്ലോ. ദാ കണ്ടില്ലേ, അവൾ ആരോടും പറയാതെ വീണ്ടും പുറത്തേക്ക് പോയത്. അവൾ എവിടെ പോവാനാമേ? സരോജ, വാ നമുക്ക് നോക്കാം. രാജി, ഈ അനന്യ എവിടെയാണാവോ പോയി തൊലഞ്ഞത്? വീട് വിട്ടു പോയെന്ന് വിചാരിക്കാം. വീട് വിട്ടു പോയെന്നോ? അതായാലും കൊള്ളാം. അവൾ ആരോടും പറയാതെ പോയെങ്കിൽ അത് നീ പറഞ്ഞിട്ടായിരിക്കും. അതേട്ടാ, ഒരു ഐഡിയ. എന്താ രാജി അത്? എന്തായാലും അനന്യ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അവൾ ഇനി തിരിച്ചു വന്ന അവളെ അത്രയ്ക്കും ആഗ്രഹിച്ച് ദത്തെടുത്ത സരോജവും വിക്രമും അവരുടെ കൈകൾ കൊണ്ട് തന്നെ അനന്യ ഈ വീടിന് പുറത്താക്കും. അവൾ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണം. അതിന് വഴിയുണ്ടാക്കാം. എന്ത് ചെയ്യാൻ പോകുന്നു രാജി? അല്ല, വിക്രമും സരോജയും അനന്യയെ യഥാർത്ഥത്തിൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണോ? എന്തുകൊണ്ട് ചെയ്യില്ല? നിങ്ങള് ഈ രാജേശ്വരി എന്ത് ചെയ്യുമെന്ന് കണ്ടോ? ഒരു മിനിറ്റ്, ഇതാ വരുന്നു. ഇവൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നേ? അനന്യ, സരോജ, അവളെ നീ കണ്ടോ? ഇല്ല ഏട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എല്ലായിടത്തും അവളെ നോക്കിയെന്ന്. ഏട്ടന് എന്നെ വിശ്വാസം വന്നില്ല.